ഒരു കാലത്ത് കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത കുടുംബ ബന്ധങ്ങളായിരുന്നു. അച്ഛനും അമ്മയും മക്കളും ബന്ധുക്കളും ഒക്കെ ചേർന്ന വീടുകൾ സ്വർഗതുല്യമായിരുന്നു. പങ്കാളികൾ തമ്മിൽ ഇണക്കവും പിണക്കവും ഉണ്ടായാലും ഒരു ദിവസത്തിനപ്പുറം അത് നീളാറില്ല. അങ്ങനെ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ജീവിച്ച ആ നാളുകൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകുമല്ലേ? എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല വീടുകളിലെയും അവസ്ഥ എന്താണ്? ദാമ്പത്യ ബന്ധത്തിലെ അവിശ്വസ്തതയും പങ്കാളികൾക്കിടയിലെ സംശയവും ഗാർഹിക പീഡനവും കുടുംബങ്ങളെ കണ്ണീരണിയിക്കുകയാണ്. ഒടുവിൽ കൂട്ട ആത്മഹത്യയിലോ കൊലപാതകത്തിലോ കലാശിക്കുന്ന കാഴ്ചകൾ. കഴിഞ്ഞ ദിവസം കോട്ടയം ഏറ്റുമാനൂരിലും കൊല്ലം കരുനാഗപ്പള്ളിയിലും 2 വീടുകളിൽ സംഭവിച്ച ദുരന്തം ഞെട്ടിപ്പിക്കുന്നതാണ്. രണ്ടിടത്തും പിഞ്ചു മക്കളെയും കൂട്ടി ജീവനൊടുക്കിയ യുവതികൾ. ഏറ്റുമാനൂരിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജിസ്മോളും മക്കളും പുഴയിൽ ചാടിയാണ് മരിച്ചതെങ്കിൽ കരുനാഗപ്പള്ളിയിലെ താരയും പെൺമക്കളും തീ കൊളുത്തിയാണ് ജീവനൊടുക്കിയത്. എന്താണ് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിലൂടെ ട്രെയിനിൽ സഞ്ചരിച്ചാൽ ഷൈനി എന്ന വീട്ടമ്മയുടെയും 2 പെൺകുട്ടികളുടെയും നിലവിളി ശബ്ദം ചിലപ്പോൾ ചെവികളിൽ മുഴങ്ങാം. ഏറ്റുമാനൂരിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പേരൂരിലെ വീട്ടിലും സംഭവിച്ചത് സമാനമായ ദുരന്തമാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് 5ഉം 2ഉം വയസ്സുള്ള പെൺമക്കളുമായി യുവതി പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ആ നാട്ടിലെല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു മരിച്ച ജിസ്മോൾ. ഹൈക്കോടതിയിലെ അഭിഭാഷകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന യുവതിയുടെ മരണം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു. പുറത്തു കാണുന്ന പോലെ ആയിരുന്നില്ല ജിസ്മോളുടെ കുടുംബജീവിതം. വീട്ടിൽ പ്രശ്നങ്ങൾ പതിവ്. അങ്ങനെ ദാമ്പത്യ ബന്ധത്തിലെ തർക്കം കൂട്ട ആത്മഹത്യയിൽ കലാശിക്കുകയായിരുന്നു. ഹൈക്കോടതിയിലടക്കം പ്രാക്ടീസ് ചെയ്യുന്ന 34 വയസ്സുകാരിയായ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് ആണ് മക്കളായ 5 വയസ്സുകാരി നേഹ, 2 വയസ്സുകാരി പൊന്നു എന്നിവർക്കൊപ്പം ആത്മഹത്യ ചെയ്തത്. മീനച്ചിലാറ്റിൽ ഏറ്റുമാനൂർ ഭാഗത്ത് 2 കുട്ടികൾ ഒഴുകി വരുന്നതാണ് ആദ്യം കണ്ടത്. കുട്ടികളെ ഉടൻ കരക്കെടുത്ത് ആശുപത്രിയിലെത്തിച്ചു. പിന്നാലെ കുട്ടികളുടെ അമ്മയെയും ആറ്റിൽ നിന്ന് കണ്ടെത്തി. നദിയിൽ ചൂണ്ടയിടുന്നവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 3 പേരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഭരണകാലത്ത് മുത്തോലി പഞ്ചായത്തിൽ 1 വർഷം കോൺഗ്രസ് പ്രതിനിധിയായ ജിസ്മോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ATS ബസ് സർവീസ് ഉടമ ജിമ്മി ജോസഫാണ് ജിസ്മോളുടെ ഭർത്താവ്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക സൂചന. അമ്മ മരിച്ചതിന് പിന്നാലെ ജിസ്മോളുടെ പിതാവ് മറ്റൊരു വിവാഹം കഴിച്ച് വിദേശത്താണുള്ളത്. ഏറ്റുമാനൂർ കണ്ണമ്പൂര കടവിന് സമീപത്ത് നിന്ന് ജിസ്മോളുടെ സ്കൂട്ടറും കണ്ടെത്തി. ഭർതൃഗൃഹത്തിൽ ആരുമില്ലാത്ത സമയത്ത് രാവിലെയും ആത്മഹത്യാശ്രമം നടന്നുവെന്ന് സൂചനകളുണ്ട്. ഇത് ഫലം കാണാതെ വന്നതോടെയാണ് ആറ്റിൽ ചാടിയുള്ള ആത്മഹത്യ. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കോട്ടയം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ആര് നോക്കും? പല അമ്മമാരുടെയും ഉള്ളിലെ ആശങ്കയാണിത്. പ്രത്യേകിച്ച് പെൺമക്കളാണെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലത ഉണ്ടാകാം. ഇതുകൊണ്ടാകാം ചില യുവതികൾ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് അമ്മ മക്കളെയും കൂട്ടി തീ കൊളുത്തി ജീവനൊടുക്കി. കരുനാഗപ്പള്ളി സ്വദേശിനി താരയും മക്കളായ ആത്മിക, അനാമിക എന്നിവരാണ് മരിച്ചത്. വിദേശത്തുള്ള താരയുടെ ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ദുരന്ത വാർത്ത കേട്ടത്. കുടുംബ പ്രശ്നമാണ് കൂട്ടാത്മഹത്യ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കരുനാഗപ്പള്ളി സ്വദേശിനി താര, മക്കളായ 6 വയസ്സുകാരി അനാമിക, 1.5 വയസ്സുകാരി ആത്മിക എന്നിവരാണ് മരിച്ചത്. വൈകിട്ടാണ് താര മക്കളെ ഒപ്പം നിർത്തി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന കരുനാഗപ്പള്ളി ആദിനാട് വടക്കുള്ള വീട്ടിൽ വെച്ചാണ് സംഭവം. കുട്ടികളുടെ നിലവിളി കേട്ടോടിയെത്തിയ നാട്ടുകാരാണ് 3 പേരെയും
വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ താരയാണ് ആദ്യം മരണത്തിന് കീഴടങ്ങിയത്. പിന്നാലെ 2 മക്കളും മരിച്ചു. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രവാസിയായ ഭർത്താവ് വിദേശത്തു നിന്ന് മടങ്ങി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് താര മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്തത്. ഭർത്താവിന്റെ വീട്ടുകാരുമായി സ്വത്ത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു. കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊല്ലം. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? മാതാപിതാക്കൾ ഇല്ലെങ്കിൽ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം കുട്ടികളെ പന്തു തട്ടും. അവരോട് പല ക്രൂരതകളും കാട്ടും. തിരുവനന്തപുരം നഗരൂരിൽ ഒരു 13-കാരനോട് മുത്തശ്ശൻ കാട്ടിയ ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞാൽ ഒരാൾക്കും അത് സഹിക്കാനാവില്ല. കുട്ടിയെ മുത്തശ്ശൻ തേക്കുമരത്തിൽ കെട്ടിയിട്ട് മൃഗീയമായി മർദ്ദിച്ചതാണ്. വെള്ളല്ലൂർ സ്വദേശി ബാബുവാണ് മദ്യലഹരിയിൽ കുട്ടിയെ മർദ്ദിച്ചത്. അച്ഛൻ മരിച്ച ശേഷം അമ്മ മറ്റൊരു വിവാഹം ചെയ്തതോടെ അമ്മ വീട്ടിലാണ് കുട്ടിയും സഹോദരനും കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് സംഭവം. വീട്ടിൽ മറ്റൊരാളുമായി മദ്യപിച്ചുകൊണ്ടിരുന്ന ബാബു മദ്യലഹരിയിലാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. വീട്ടിലുണ്ടായിരുന്ന മകളുടെ മകനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി തേക്കുമരത്തിൽ കെട്ടിയിട്ട് കമ്പുപയോഗിച്ച് അടിച്ചു മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. അടിവയറ്റിൽ ചവിട്ടിയതായും കുട്ടി മൊഴി നൽകി. പല ദിവസങ്ങളിലും ഈ കുട്ടിക്കും 14 വയസ്സുള്ള സഹോദരനും ഭക്ഷണം പോലും നൽകാറില്ലെന്ന് അയൽവാസികൾ പറയുന്നു. പരിക്കേറ്റ കുട്ടിയെ വാർഡ് മെമ്പർ അടക്കമുള്ളവരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിൽ നഗരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. പിതാവ് മരിച്ചതിന് ശേഷം മാതാവ് മറ്റൊരു വിവാഹം ചെയ്തതോടെ ഈ കുട്ടിയും സഹോദരനും മുത്തച്ഛനൊപ്പമാണ് കഴിഞ്ഞു വന്നത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഒരാളോട് പക തോന്നിയാൽ തീ കൊളുത്തി കൊലപ്പെടുത്തുന്ന ദുഷ്ടമനസ്സുള്ള ചില മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. കാസർഗോഡ് ബേടകത്ത് വ്യക്തിവിരോധത്തെ തുടർന്ന് യുവതിയെ ടിന്നറൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ച സംഭവം ഏറെ ഞെട്ടലുളവാക്കിയതാണ്. ആക്രമണത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ബേടകത്ത് പലചരക്ക് കട നടത്തുന്ന മൂന്നാട്ട് സ്വദേശിനി രമിതയാണ് മരിച്ചത്. ഒരാഴ്ച മുൻപാണ് തർക്കത്തെ തുടർന്ന് തമിഴ്നാട് സ്വദേശിയായ രാമാമൃതം യുവതിയെ ടിന്നറൊഴിച്ച് തീ കൊളുത്തിയത്. പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് പറഞ്ഞു. ബേടകത്ത് പലചരക്ക് കട നടത്തുന്ന മുന്നാട്ട് പേരിയ സ്വദേശി രമിതയാണ് മരിച്ചത്. 60% പൊള്ളലേറ്റ രമിത മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രമിതയുടെ ചികിത്സയ്ക്കായി നാട്ടുകാർ ഒരുമിച്ച് പണം സ്വരൂപിച്ചു വരുമ്പോഴാണ് മരണം. തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശി രാമാമൃതമാണ് യുവതിയെ തിന്നറൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. രമിതയുടെ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫർണിച്ചർ കട നടത്തിപ്പുകാരനാണ് രാമാമൃതം. ഇയാൾ മദ്യപിച്ച് കടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് രമിത കെട്ടിട ഉടമസ്ഥനോട് പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് രാമാമൃതത്തോട് കടമുറി ഒഴിയാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ടതിലെ വിരോധത്തിലാണ് യുവതിയെ കൊല്ലാൻ ശ്രമിച്ചത്. കടമുറിയിൽ ഇരിക്കുകയായിരുന്ന രമിതയ്ക്ക് നേരെ രാമാമൃതം കുപ്പിയിൽ കരുതിയ തിന്നറൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പ്രതിക്കെതിരെ നേരത്തെ വധശ്രമത്തിനായിരുന്നു കേസെടുത്തിരുന്നത്. ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് ബേടകം പോലീസ് അറിയിച്ചു. പൊള്ളലേറ്റ് അത്യാസന്ന നിലയിലായിരുന്ന യുവതിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല.
മലയാളത്തിലെ പ്രമുഖ യുവനടി വിൻസി അലോഷ്യസിന്റെ ഈ വാക്കുകൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയതാണ്. എന്തുകൊണ്ടായിരിക്കാം താരം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്? അതിന് പിന്നിൽ നടി നേരിട്ട ഒരു ദുരനുഭവത്തിന്റെ കഥ കൂടിയുണ്ട്. ഒരു സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ കേന്ദ്ര കഥാപാത്രമായിരുന്ന നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയതാണ് വിൻസിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ. സിനിമാ ലൊക്കേഷനുകളിൽ ലഹരി ഉപയോഗമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് നടിയുടെ വെളിപ്പെടുത്തൽ. സംഭവത്തിൽ വിൻസിയുടെ മൊഴി എക്സൈസ് രേഖപ്പെടുത്തും. നടന്റെ പേര് തുറന്നു പറഞ്ഞാൽ കേസെടുക്കാനും നീക്കമുണ്ട്. ഒന്നിച്ചഭിനയിച്ച സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്നാണ് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത്. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമാ ചെയ്യില്ലെന്ന നടിയുടെ പ്രസ്താവനയ്ക്കെതിരെ നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണമെന്ന നിലയിലാണ് പുതിയ വെളിപ്പെടുത്തൽ. താൻ ഉൾപ്പെടെ അഭിനയിച്ച ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ അതിലെ പ്രധാന കഥാപാത്രമായിരുന്ന നടൻ താൻ ഉൾപ്പെടെ അഭിനയിച്ച ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ അതിലെ പ്രധാന കഥാപാത്രമായിരുന്ന നടൻ ലഹരി ഉപയോഗിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് മോശമായ അനുഭവമാണ്. ലഹരി ഉപയോഗിച്ച് അയാൾ മോശമായ രീതിയിൽ തന്നോടും സഹപ്രവർത്തകയോടും പെരുമാറിയിട്ടുണ്ട്. മോശമെന്ന് പറയുമ്പോൾ ഞാനത് വ്യക്തമാക്കാമെന്ന് പറഞ്ഞാണ് വിൻസി സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയത്. എന്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെയും തീർന്നില്ല. പിന്നീട് ഒരിക്കൽ സിനിമയിലെ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ആ നടൻ എന്തോ ഒരു വെള്ളപ്പൊടി വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പുന്നത് കണ്ടുവെന്നും വിൻസി പറയുന്നു. ഭയങ്കര എവിഡന്റ് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയ്സെൻസ് ആയി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു നോയ്സെൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. സെറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എല്ലാവരും അറിയുകയും സംവിധായകൻ അയാളോട് സംസാരിക്കുകയും ചെയ്തതാണ്. എനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ പല അവസരത്തിലും അവർ തന്നോട് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് കംഫർട്ടബിൾ ആക്കാൻ നോക്കിയെന്നും വിൻസി തുറന്നു പറയുന്നു. എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് മുന്നോട്ട് പോയത്. എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ. അപ്പം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ്. ഇങ്ങനെ വ്യക്തിപരമായ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം താൻ അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചത്. തന്റെ ജീവിതത്തിൽ ഒരിക്കലും മദ്യമോ സിഗരറ്റോ മയക്കുമരുന്നോ ഉപയോഗിക്കില്ലെന്ന് തീരുമാനമെടുത്തതാണെന്നും വിൻസി പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കപട നാട്യക്കാരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശമാണ്. യേശുക്രിസ്തു പണ്ടു പറഞ്ഞ വാക്കുകൾ നിയമജ്ഞരെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ ചില സുവിശേഷകർക്കും ആ വിശേഷണം ചേരും. ആത്മീയ ശുശ്രൂഷയുടെ മറവിൽ തട്ടിപ്പ് നടത്തുന്ന ഒട്ടേറെ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. പത്തനംതിട്ടയിൽ ഒരു പാസ്റ്ററുടെ ഭാഷാവര തട്ടിപ്പ് പോലെ കൊല്ലം അഞ്ചലിൽ തട്ടിപ്പ് നടത്തിയത് ഒരു സുവിശേഷകയാണ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ സുവിശേഷകയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം പാമ്പാടി സ്വദേശിനി ജോളി വർഗീസാണ് പിടിയിലായത്. ജോളി വർഗീസ് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സിലോൺ പെന്തക്കോസ് സഭയിലെ സുവിശേഷകയാണ്. ഈ കേസിൽ ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശിയും പാസ്റ്ററുമായ തോമസ് രാജനെ അഞ്ചൽ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്.
അഞ്ചൽ, മണ്ണൂർ സ്വദേശികളായ 3 പേരുടെ പരാതിയിലാണ് ജോളി വർഗീസിനെ അറസ്റ്റ് ചെയ്തത്. 2022 അഞ്ചലിൽ സുവിശേഷകയായി പ്രവർത്തിക്കവേ UK-വിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 28 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നാണ് പരാതി. കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് UK ആൻഡ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് 4 സംഘം തട്ടിപ്പ് നടത്തിയത്. അഞ്ചൽ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിലെ 1-ാം പ്രതിയായ തോമസ് രാജിനെ തിരുവല്ലയ്ക്ക് സമീപം ലോഡ്ജിൽ നിന്നും പിടികൂടിയത്. തുടർന്ന് ഒളിവിൽ പോയ ജോളി വർഗീസിനെ പത്തനംതിട്ട കുഴിക്കാലിൽ നിന്നുമാണ് പിടിച്ചത്. പ്രതികളുടെ മൊബൈൽ ഫോണുകളും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചതിൽ നിന്നും ബർമ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും UK അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തി. നഴ്സിംഗ് ജോലിക്ക് മാസം 2 മുതൽ 3 ലക്ഷം രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്താണ് പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈക്കലാക്കിയത്. കോതമംഗലം, മുണ്ടക്കയം, നെടുങ്കണ്ടം, മരുതമംഗലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്ക് സമാന കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ജോളി വർഗീസിനെ റിമാൻഡ് ചെയ്തു. കേസിലെ മറ്റ് 2 പ്രതികൾ ഒളിവിലാണ്. ന്യൂസ് 18 പുനലൂർ. നാട്ടിൽ തൊഴിലില്ലാതെ നടക്കുന്നവരെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. വിദേശത്ത് ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയും രക്ഷപ്പെടാമെന്ന് പലരും കരുതും. എന്നാൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന നിരവധി സംഘങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മാൾട്ട, ന്യൂസിലാൻഡ്, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇടുക്കി കട്ടപ്പന സ്വദേശി ജിനു ജോൺസൺ ഇങ്ങനെ ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പനയിലെ ജനസേവന കേന്ദ്രത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. മാൾട്ട, ന്യൂസിലാൻഡ്, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഹോം ടേക്കർ ജോലിയിലേക്ക് എന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഉദ്യോഗാർത്ഥികളുടെ പക്കൽ നിന്ന് 4 ലക്ഷം രൂപ വീതമാണ് വാങ്ങിയിരുന്നത്. 3 വർഷമായി നിരവധി ആളുകളുടെ പക്കൽ നിന്ന് പണം വാങ്ങി. തുടർന്ന് വിസ കിട്ടാതെ വന്നതോടെ പരാതികൾ ഉയർന്നു. ഇതിനിടെ 7 മാസം മുമ്പ് ഏതാനും വിസ വന്നിട്ടുണ്ട് എന്നും അത് വാങ്ങുന്നതിനായി കേരളം വിട്ടു പോവുകയാണ് എന്നും പ്രതി ജിനു ജോൺസൺ പലരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് ഇയാൾ ഒളിവിലായിരുന്നു. പഞ്ചാബിലെ മൊഹാലി, സിരക്പൂരിൽ നിന്നുമാണ് ജിനുവിനെ കട്ടപ്പന പോലീസ് പിടികൂടിയത്. പ്രധാനമായിട്ടും നമ്മുടെ ആൾക്കാർ ഇത് വേണ്ടവണ്ണം അന്വേഷിക്കാതെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു ഏജൻസിയായിട്ട് സമീപിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല. എങ്ങനെയും രക്ഷപ്പെട്ടൊരു ജോലിക്ക് വിദേശത്തേക്ക് പോകാന്നുള്ള ഒരു കണക്കൂട്ടിൽ പലരും ലോണും മറ്റ് കടങ്ങളും ഒക്കെ വാങ്ങിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് വേണം ജനങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ തന്നെയും ഈ ഏജൻസികളെ സമീപിക്കുക. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു പഠനം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. എങ്കിലും അതിനുശേഷം മാത്രം കൃത്യമായ എഗ്രിമെൻ്റ് ഒക്കെ വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പണം കൊടുക്കാവുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. കട്ടപ്പന, ഉപ്പുതറ പോലീസ് സ്റ്റേഷനുകളിലായി 7 കേസുകളാണ് നിലവിലുള്ളത്. കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആത്മഹത്യയോ കൊലപാതകമോ ചെയ്യുന്നതിന് പകരം വിവാഹമോചനം നേടുന്നതല്ലേ നല്ലത്. അതോടെ 2 പേരും സ്വതന്ത്രരായി ജീവിക്കട്ടെ. വിവാഹമോചനത്തിന് ശേഷവും പകയും വിരോധവുമായി കഴിഞ്ഞാൽ ദുരന്തങ്ങൾ പിന്നാലെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കോഴിക്കോട് തോട്ടുമുക്കത്ത് വിവാഹമോചനം നേടിയ ദിവസം യുവാവിനെയും കുടുംബത്തെയും ആക്രമിച്ചത് ഭാര്യയുടെ ബന്ധുക്കളാണ്. തോട്ടുമുക്ക സ്വദേശി എബിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ അരീക്കോട് പോലീസ് കേസെടുത്തു. തോട്ടുമുക്കം സ്വദേശി എബിനും ഭാര്യയും 8 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 4 ദിവസം മുൻപാണ് വിവാഹമോചനം നേടിയത്. ഇതേ ദിവസം രാത്രി യുവതിയുടെ അച്ഛനും ബന്ധുക്കളും എബിന്റെ വീട്ടിലെത്തി ആക്രമിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിൽ എബിനും 7 വയസ്സുള്ള മകനും അമ്മയ്ക്കും പരിക്കുപറ്റി. ഇവർ ചികിത്സയിലാണ്. ഒരു 6:30 ഭാര്യയുടെ പിതാവ് വീട്ടിലേക്ക് കയറി വന്നു. വീട്ടിലേക്ക് കയറി വന്നിട്ട് ഭാര്യ പിതാവ്
വന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാനത് അത്ര സീരിയസ് ആക്കി എടുത്തില്ല. അതിനുശേഷം 8:30 രാത്രി വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ കുട്ടിയും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് രാത്രി ഒരു ഗുണ്ടാ സംഘങ്ങളെ പോലെ വന്ന് എന്നെയും എൻ്റെ കുട്ടിയെയും എൻ്റെ അമ്മയും ക്രൂരമായി മർദ്ദിച്ചു. ടൂൾസും കാര്യങ്ങളുമായിട്ടാണ് ഇവർ വന്നത്. സംഘം എത്തുന്നതും വാക്കുതർക്കവും കയ്യാങ്കളി ഉണ്ടായതിന്റെയും വീഡിയോ സഹിതമാണ് പരാതി നൽകിയത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയിരിക്കുകയാണിവർ. ന്യൂസ് 18 കോഴിക്കോട്. തൊഴിലാളികളെ അടിമകളെ പോലെ കാണുന്ന മുതലാളിമാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഒരവധി ചോദിച്ചാൽ പോലും അതെന്തോ മഹാപരാധമെന്ന് കരുതുന്നവർ. തിരുവനന്തപുരം വർക്കലയിൽ അവധി ചോദിച്ചതിന് ഹോട്ടൽ ജീവനക്കാരനെ ഹോട്ടലുടമ കുത്തി പരിക്കേൽപ്പിച്ചു. വക്കം സ്വദേശി ഷാജിക്കാണ് കുത്തേറ്റത്. സംഭവത്തിൽ ഹോട്ടലുടമ ജസീറിനെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. വർക്കല നരിക്കല്ലുമുക്ക് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അൽ ജസീറ ഹോട്ടലിലെ ജീവനക്കാരനാണ് കുത്തേറ്റ ഷാജി. അവധി ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഉടമയും ജീവനക്കാരനും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഷാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ായ ഷാജിയുടെ മുഖത്താണ് കുത്തേറ്റത്. അവധി ചോദിച്ചത് ഇഷ്ടപ്പെടാത്ത ഹോട്ടൽ ഉടമ ജസീറാണ് തൊഴിലാളിയെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ജസീറിനെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. സിനിമാ തിയേറ്ററുകളിലാണെങ്കിലും ബിവറേജിലാണെങ്കിലും നിയമം എല്ലാവർക്കും ബാധകമാണ്. അവിടെ ക്യൂ നിൽക്കണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിൽ അത് പാലിക്കണം. എന്നാൽ മലപ്പുറം ചങ്ങരംകുളത്ത് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് വരിയായി പോകാതിരുന്നത് തിയേറ്റർ ജീവനക്കാരൻ ചോദ്യം ചെയ്തു. പിന്നാലെ ജീവനക്കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ചാലിശ്ശേരി സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ചങ്ങരംകുളം മാൾസ് തിയേറ്ററിൽ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ജീവനക്കാരനായ ചാലിശ്ശേരി സ്വദേശി അനന്തുവിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. അനന്തുവിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിന് ശേഷം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയവരാണ് ജീവനക്കാരുമായി സംഘർഷമുണ്ടാക്കിയത്. സിനിമ കഴിഞ്ഞ് പ്രേക്ഷകർക്ക് പോകാനുള്ള വഴിയിലൂടെ ക്രമമായി പുറത്തേക്ക് പോകണമെന്ന ജീവനക്കാരന്റെ നിർദ്ദേശം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സംഘർഷത്തിന്റെ തുടക്കം. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസ് ഇടപെടാറുണ്ട്. അതിന്റെ പേരിൽ ചിലപ്പോൾ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷങ്ങളും ഉണ്ടാകാം. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെ യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പോലീസ് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ഇപ്പോഴത്തെ പരാതി. അഞ്ചുതെങ്ങ് SHOയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആരോപണം നിഷേധിച്ച് പോലീസും രംഗത്തെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവാക്കൾക്ക് മർദ്ദനമേറ്റത്. ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കത്തിനു പിന്നാലെ പോലീസ് യുവാക്കളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വർക്കലയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത 2 യുവാക്കളെ പ്ലാവഴികം ജംഗ്ഷനിൽ വെച്ച് മർദ്ദിച്ചു. മറ്റു 2 പേരെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ബന്ധുക്കളുടെ മുന്നിലിട്ട് മർദ്ദിച്ചുവെന്നും പരാതിയുണ്ട്. പിന്നീട് സ്റ്റേഷനിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും പരാതിയിൽ ആരോപിക്കുന്നു. പ്ലാവഴികം ജംഗ്ഷനിൽ പോലീസ് യുവാക്കളെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.
ക്ഷേത്രോത്സവ കമ്മിറ്റി ഭാരവാഹികളായിരുന്നു. അജിത്, ശ്യാം, സജിത്, സജി എന്നിവരാണ് പരാതിക്കാർ. SHOക്ക് മറ്റൊരാൾ നൽകിയ കൊട്ടേഷൻ അനുസരിച്ചാണ് മർദ്ദനമെന്ന് യുവാക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഇവർ പരാതി നൽകി. അതേസമയം അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഘോഷയാത്രക്കിടെ യുവാക്കൾ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതായും പോലീസ് പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വാഹനങ്ങളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ മൊബൈലിലേക്ക് മെസ്സേജുകൾ വരാറുണ്ട്. എന്നാൽ ഇങ്ങനെ കാണുന്ന എല്ലാ മെസ്സേജുകളും തുറന്നു പരിശോധിക്കുമ്പോൾ സൂക്ഷിക്കണേ. ഗതാഗത നിയമലംഘനത്തിന് പിഴയടയ്ക്കാനെന്ന പേരിൽ പരിവാഹനിൽ നിന്ന് വ്യാജേന ഫോണിലേക്ക് സന്ദേശമെത്താം. ആ സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്യുന്ന പലർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ തട്ടിപ്പിനിരയായ 20ഓളം പേരാണ് 2 ദിവസത്തിനിടെ കൊച്ചി സൈബർ പോലീസിൽ പരാതി നൽകിയത്. ഏകദേശം 1 കോടിയോളം രൂപ നഷ്ടപ്പെട്ടെന്നാണ് പരാതി. പ്രചാരണവും ബോധവൽക്കരണവും ശക്തമാക്കിയിട്ടും സൈബർ കുറ്റവാളികൾ മലയാളികളെ പറ്റിക്കുന്നത് അന്തമില്ലാതെ തുടരുകയാണ്. ഡിജിറ്റൽ അറസ്റ്റ് മാത്രമല്ല, കേരള പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പേരിലും തട്ടിപ്പ് നടക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ തട്ടിപ്പ് വ്യാപകമാണ്. AI ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ നേരിട്ടുള്ള വാഹന പരിശോധനയിലോ തയ്യാറാക്കപ്പെടുന്ന ചലാൻ എന്ന വ്യാജേന മെസ്സേജുകളും വാട്സാപ്പ് സന്ദേശങ്ങളും മൊബൈലിലേക്ക് അയച്ചാണ് തട്ടിപ്പ്. സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഒക്കെ ധരിച്ച് വാഹനമോടിച്ചവർക്ക് നിയമം ലംഘിച്ചെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതാണ് രീതി. പിഴത്തുക അടയ്ക്കാൻ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടും. ഇങ്ങനെയുള്ള ഫയൽ തുറക്കുന്നതോടെ പലരും തട്ടിപ്പിന് ഇരയാവുകയാണ്. ഫോണിലെ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ചോർത്തിയാണ് തട്ടിപ്പ്. ഇങ്ങനെ തട്ടിപ്പിനിരയായ 20ഓളം പേരാണ് 2 ദിവസത്തിനിടെ കൊച്ചി സൈബർ പോലീസിൽ പരാതി നൽകിയത്. ഏകദേശം 1 കോടിയോളം രൂപ നഷ്ടപ്പെട്ടെന്നാണ് പരാതി. എന്നാൽ ഇത്തരത്തിൽ പരിവാഹന് APK ഫയൽ ഇല്ലെന്നും പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ എന്നിവ വഴി മാത്രമേ പരിവാഹൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാകൂ എന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. നാളുകളായി തുടരുന്ന ഈ സൈബർ തട്ടിപ്പിനെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആരെങ്കിലും വാട്സാപ്പിൽ അയച്ചു തരുന്ന ആപ്ലിക്കേഷൻ ഫയൽ ക്ലിക്ക് ചെയ്യരുതെന്നും പിഴ അടയ്ക്കാനുള്ള സന്ദേശം ലഭിച്ചാൽ അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നും പോലീസും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഹൈ റിച്ച് മണി ചെയിൻ തട്ടിപ്പിൽ 2ാം ഘട്ട അന്വേഷണത്തിനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 1000 കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തിയ കേസിൽ കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉടനുണ്ടാകും. 37 പ്രതികളുള്ള കേസിൽ ഇതുവരെ കമ്പനി ഉടമ KD പ്രതാപൻ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. പ്രതികൾ 1000 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയതായി ED നേരത്തെ കണ്ടെത്തിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 1651 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം. പ്രതികൾ തട്ടിപ്പ് നടത്തുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഹൈറിച്ച് തുടങ്ങിയതെന്ന് EDയുടെ ആദ്യഘട്ട കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾ 1000 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയതായും ED കണ്ടെത്തിയിരുന്നു. ഈ കേസിൽ ഇതുവരെ കമ്പനി ഉടമ KD പ്രതാപൻ മാത്രമാണ് അറസ്റ്റിലായത്. കേസിലെ മറ്റ് പ്രതികളായ സീന പ്രതാപൻ, ജിനിൽ, റിയാസ്, ദിനുരാജ്, ലക്ഷ്മണൻ, ദിലീപ്, കനകരാജ്, സുരേഷ് ബാബു, പ്രശാന്ത് നായർ, ബഷീർ, അമ്പിളി, ഫിജീഷ്, ഷമീറ എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ED. പ്രതികളുടെ അറസ്റ്റിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. കമ്പനിയിലൂടെ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലെന്നും ED വിലയിരുത്തുന്നു. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട 244 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിരുന്നു. ആകെ 277 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഹൈറിച്ച് കേസിൽ ED അന്വേഷണം ശക്തമാക്കുന്നത്.
ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ എഴുകുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ വിഷു ദിവസം വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണം മോഷണം പോയ സംഭവത്തിലേക്കാണ് ഇനി. വിഗ്രഹത്തിലുണ്ടായിരുന്ന കിരീടം, 2 മാലകൾ എന്നിവയടക്കം 20 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. പിന്നാലെ കീഴ്ശാന്തി കൊല്ലം സ്വദേശി രാമചന്ദ്രനെയും കാണാനില്ലെന്ന് പരാതിയുണ്ട്. രാമചന്ദ്രനാണ് ലോക്കറിൽ നിന്ന് തിരുവാഭരണം കൈപ്പറ്റിയത്. സംഭവത്തിൽ അരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 13-ന് രാവിലെ 5 മണിക്കാണ് ദേവസ്വം ഓഫീസിലെ ലോക്കറിൽ നിന്നും കീഴ്ശാന്തിയായ രാമചന്ദ്രൻ ഒട്ടിക്ക് വിഗ്രഹത്തിൽ ചാർത്താനുള്ള ആഭരണങ്ങൾ ക്ഷേത്രം ഭാരവാഹികൾ കൈമാറിയത്. വിഷുദിനം ഉച്ചപൂജയ്ക്ക് ശേഷം തിരികെ ആഭരണങ്ങൾ ഓഫീസിലെത്തിക്കുന്നതാണ് രീതി. എന്നാൽ വിഗ്രഹത്തിൽ നിന്ന് ഊരിമാറ്റിയ ആഭരണങ്ങൾ തിരികെ ലോക്കറിലെത്തിയില്ല. വിഷുദിനമായതുകൊണ്ട് തന്നെ മുഴുവൻ ആഭരണങ്ങളും വിഗ്രഹത്തിൽ ചാർത്താനായി എടുത്തിരുന്നു. ഒപ്പം കീഴ്ശാന്തിയായ രാമചന്ദ്രനെയും കാണാതായി. തിരുവാഭരണം വേറെ എവിടെയെങ്കിലും ഇയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകുമെന്ന് കരുതി ക്ഷേത്രം ഭാരവാഹികൾ പലതവണ രാമചന്ദ്രനെ ഫോണിൽ വിളിച്ചു. എന്നാൽ പ്രതികരണമുണ്ടായില്ല. വൈകിട്ടോടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അന്വേഷണങ്ങൾക്കൊടുവിൽ രാത്രി 9 മണിയോടെ ക്ഷേത്രം ഭാരവാഹികൾ അരൂർ പോലീസിന് പരാതി നൽകുകയായിരുന്നു. നാല് മാസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം സ്വദേശിയായ രാമചന്ദ്രൻ ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായി ജോലിക്കെത്തിയത്. ആഭരണങ്ങൾക്ക് 14 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. രാമചന്ദ്രൻ കൊല്ലത്തെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. നാടുവിട്ടു പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. മുഖം മറച്ച് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരെ വ്യാപാരികളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മോഷ്ടാക്കൾ ആളെ തിരിച്ചറിയാതിരിക്കാൻ മാസ്ക് ധരിച്ച് കടയ്ക്കുള്ളിൽ സാധനം വാങ്ങാനെന്ന വ്യാജേന എത്തിയേക്കാം. കൊല്ലം ചാത്തന്നൂരിൽ വീട്ടമ്മയുടെ കഴുത്തിലെ മാല പൊട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതിയും മാസ്ക് ധരിച്ചാണ് എത്തിയത്. കട ഉടമയായ സ്ത്രീ സാധനമെടുത്തു നൽകിയപ്പോൾ ഇവരുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പോലീസ് പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. കൊല്ലം ചാത്തന്നൂർ ഊറാംവിളയിൽ കടയിലെത്തിയ മോഷ്ടാവ് വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണിത്. രണ്ടുപേർ ബൈക്കിലാണ് ഇവിടെ എത്തിയത്. മാസ്ക് ധരിച്ച ഒരാൾ കടയിലെത്തി ഒരു കവർ തൈര് ആവശ്യപ്പെട്ടു. കട ഉടമയായ സ്ത്രീ സാധനം എടുത്തു നൽകിയപ്പോൾ ഇവരുടെ കഴുത്തിൽ കിടന്ന 1.5 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ സഹിതമാണ് വീട്ടമ്മ ചാത്തന്നൂർ പോലീസിൽ പരാതി നൽകിയത്. മാർച്ച് 5-ാം തീയതി എന്റെ കടയിൽ കയറിയിട്ട് തൈര് ചോദിച്ചു. തൈര് എടുത്തു കൊടുത്തപ്പോ ഇവൻ കവർ ചോദിച്ചു. കവർ എടുക്കാൻ ഞാൻ കയറിയ പിറക്കെ എന്റെ പുറക്കെ കയറി. എന്റെ പിറക്കെ കയറിയിട്ട് ഞാൻ തൈരും കവറും കൂടെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അവന്റെ മാല പൊട്ടിച്ച് ഇറങ്ങി. അതിന്റെ കൂടെ തന്നെ ബൈക്കിനകത്ത് ഇവൻ മാസ്ക് വെച്ചിരുന്ന, പിന്നെ ബൈക്കിനകത്ത് ഇരുന്നവൻ മാസ്കും പിന്നെ ഹെൽമെറ്റും വെച്ചു. അപ്പൊ ഇവൻ പൊട്ടിച്ച് ഓടി വന്ന് വണ്ടി കയറി പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ കൂടെ ഓടി അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെ എത്തിപ്പിടിക്കാൻ ഒരുങ്ങിയപ്പോ ഇവൻ വണ്ടി വെട്ടിച്ച് വീഴാനൊരുങ്ങി അവൻ ഹൈവേ കയറി അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇവന് എന്റെ കടയിൽ ക്യാമറ ഉണ്ട്. അന്നേ ഇവന്റെ ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്ത് എടുത്തിരുന്നിരുന്നു. വ്യക്തമായിട്ട് എനിക്കറിയാം ഇവൻ തന്നെ ആണെന്ന്. കേസ് രജിസ്റ്റർ ചെയ്ത ചാത്തന്നൂർ പോലീസിന്റെ അന്വേഷണത്തിലാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. കൊല്ലം ചവറ സ്വദേശി ഇർഷാദ്, സഹായി, ചാത്തന്നൂർ കാരാങ്കോട് സ്വദേശി അമീർ എന്നിവരാണ് പിടിയിലായത്. ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് മറ്റൊരു കുപ്രസിദ്ധ മോഷ്ടാവിന്റെ വിവരവും ലഭിച്ചു. 44 വയസ്സുള്ള ബോട്ട് എന്ന് വിളിക്കുന്ന രാജേഷിനെയും ഒടുവിൽ പോലീസ് പിടികൂടി. ഇർഷാദ് 20-ൽ പരം മോഷണ കേസുകളിൽ പ്രതിയാണ്. അമീർ വധശ്രമ കേസുൾപ്പെടെ 4 കേസുകളിൽ പ്രതിയാണ്. രാജേഷും നിരവധി ക്രിമിനൽ കേസുകളിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണ്. ചാത്തന്നൂർ SHO അനൂപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 കൊട്ടാരക്കര. പോലീസ് പട്രോളിന് പോകുന്നത് ബംഗളൂരുവിലേക്കാണ്. ബംഗളൂരു നഗരത്തിൽ വ്യത്യസ്ത കേസുകളിലായി 6.5 കോടി രൂപയുടെ ലഹരി മരുന്ന് പിടികൂടി. വിവിധ കേസുകളിലായി 9 മലയാളികളെയും ഒരു വിദേശ പൗരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയും മൊബൈൽ ഫോണുകളും വാഹനങ്ങളും പിടിച്ചെടുത്തു. മൊത്തം 6.5 കോടി രൂപയുടെ ലഹരിമരുന്നാണ് ബംഗളൂരുവിൽ പിടികൂടിയത്. എഞ്ചിനീയറും മലയാളിയുമായ ജിജോ പ്രസാദിൽ നിന്ന് 1 കിലോ ഹൈഡ്രോ കഞ്ചാവാണ് ആദ്യം പിടിച്ചത്. ബൊമ്മസാന്ദ്രയിലെ ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2.5 കിലോ ഹൈഡ്രോ കഞ്ചാവ് കൂടി കണ്ടെടുത്തു. വീട്ടിൽ നിന്ന് 26 ലക്ഷം രൂപയും മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പിടികൂടിയ ഹൈഡ്രോ കഞ്ചാവിന് ഏകദേശം 4.5 കോടി രൂപ വില വരും. കേരളത്തിൽ നിന്നാണ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ജിജോ ബംഗളൂരുവിലേക്ക് എത്തിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിക്കുന്ന ഹൈഡ്രോ കഞ്ചാവ് ഗ്രാമിന് 12,000 രൂപ വരെ ഈടാക്കിയാണ് വിൽപ്പന നടത്തിയിരുന്നത്. മറ്റൊരു കേസിൽ 110 ഗ്രാം MDMA-യുമായി മലയാളികളായ 8 പേരെയും ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 10 മൊബൈൽ ഫോണുകൾ, ടാബ്, ത്രാസ്, 2 കാറുകൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. 2 കോടി രൂപയുടെ MDMA-യുമായി ഒരു വിദേശ പൗരനും ബംഗളൂരുവിൽ പിടിയിലായി. 2012-ൽ ബിസിനസ് വിസയിൽ ഇന്ത്യയിലെത്തിയ നൈജീരിയൻ പൗരനാണ് അറസ്റ്റിലായത്. വിസ കാലാവധി കഴിഞ്ഞിട്ടും വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇയാൾ ഇന്ത്യയിൽ താമസിച്ചു വരികയായിരുന്നു. വിദ്യാർത്ഥികൾക്കും മറ്റും ലഹരി വിൽപ്പന നടത്തുന്ന കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 ബംഗളൂരു. മിണ്ടാപ്രാണികളോട് പോലും ക്രൂരത കാട്ടുന്ന ചില മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ. തൊടുപുഴയിൽ വളർത്തുന്ന നായയെ ക്രൂരമായി പീഡിപ്പിച്ചത് ഉടമയാണ്. ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം നായയെ ഉടമ തെരുവിലുപേക്ഷിച്ചു. വിളിച്ചിട്ട് വന്നില്ലെന്ന കാരണത്താലാണ് നായയെ പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ തൊടുപുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിളിച്ചിട്ട് വന്നില്ലെന്ന കാരണത്താലാണ് ഉടമയുടെ ഈ ക്രൂരത. നായയുടെ ദേഹമാസകലം വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. തലയിൽ ഉൾപ്പെടെയാണ് പരിക്ക്. തൊടുപുഴ മുതലക്കോടത്ത് നിന്നാണ് അവശനിലയിൽ നായയെ കണ്ടെത്തുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് റെസ്ക്യൂ ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി നായയെ ഏറ്റെടുത്തു. ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. നമ്മൾ അവിടെ ചെന്ന് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെയുള്ള അയലക്കാർ പറഞ്ഞത് നായയെ പരിക്ക് പറ്റിയത് ഓണർ തന്നെ വെട്ടിയതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കിയപ്പോൾ മാരകമായിട്ടുള്ള മുറിവുകളായിരുന്നു നായ്ക്കുണ്ടായിരുന്നത്. അത് കുഞ്ഞിൻ്റെ തലയിൽ സ്കള്ളിന് വരെ പൊട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വെട്ട് തലയിലുണ്ടായിരുന്നു. കൈയുടെ ഷോൾഡർ വെട്ടി, ഷോൾഡറിൻ്റെ ഇതിറങ്ങിപ്പോയി എല്ല് പുറത്തേക്ക് വന്ന അവസ്ഥയിൽ. പിന്നെ ആ സൈഡിൽ തന്നെ ഒരു 4-5 വെട്ടുകളുണ്ട്. മൊത്തം ഒരു 8-10 വെട്ടുകൾ ആ നായുടെ ശരീരത്തിലുണ്ടായിരുന്നു. ആനിമൽ റെസ്ക്യൂ ടീമിന്റെ പരാതിയിൽ ഉടമയ്ക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. തെരുവിൽ അലഞ്ഞു തിരിയുന്നതും ഉടമകൾ ഉപേക്ഷിച്ചതുമായ മൃഗങ്ങൾക്ക് അഭയകേന്ദ്രമോ ചികിത്സാ സൗകര്യങ്ങളോ ഇല്ലെന്നും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണമെന്നും റെസ്ക്യൂ ടീം അംഗങ്ങൾ പറയുന്നു. ന്യൂസ് 18 തൊടുപുഴ. നമ്മുടെ നാട്ടിൽ പോലീസുകാരെ കണ്ടാൽ മുട്ടിടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലേ. കവലകളിലും നാട്ടുംപുറങ്ങളിലും പോലീസ് ജീപ്പ് കണ്ടാൽ തന്നെ എഴുന്നേൽക്കാത്ത ഒരു ചട്ടമ്പി പോലും കാണില്ല. എന്നാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തു പോലീസ്? കള്ളും കഞ്ചാവും അടിച്ച് പോലീസിനെയും തല്ലുന്ന യുവാക്കൾ നാട്ടുകാർക്കും പേടി സ്വപ്നമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കയ്യിലിരുന്ന സിഗരറ്റ് തട്ടിക്കളഞ്ഞ പോലീസുകാരോട് ഒരു പയ്യൻ ചെയ്തത് എന്താണെന്ന് അറിയണ്ടേ? പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിച്ചതിന് കുളത്തൂർ സ്വദേശി റയാൻ ബ്രൂണോ എന്ന 19-കാരൻ നിന്നും പോലീസ് സിഗരറ്റ് വാങ്ങിക്കളഞ്ഞു. പിന്നാലെ പോലീസുകാരെ ബൈക്കിൽ പിന്തുടർന്ന് റയാൻ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു. അമ്മയും കൂട്ടിയെത്തി പോലീസ് വാഹനം തടഞ്ഞാണ് യുവാവ് പരാക്രമം കാട്ടിയത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതും കള്ളു കുടിക്കുന്നതും തെറ്റാണെന്ന് ഈ പിള്ളേർക്ക് അറിയില്ലാഞ്ഞിട്ടാണോ അതോ തലയ്ക്ക് വെളിവില്ലാത്തതാണോ പ്രശ്നം? എന്തായാലും പോലീസിനെ തല്ലാൻ കൂട്ടിന് പോയ ആ അമ്മയാണ് ആ ചെക്കനെ വഴിതെറ്റിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴേ അവൻ്റെ ചെവിക്ക് പിടിച്ചില്ലെങ്കിൽ നാളെ അവൻ ഈ അമ്മയെയും തല്ലുമെന്ന് ഓർത്തോളൂ.
ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു.